കുട്ടി അമ്മയുടെ അറിയണ മമ്മി ബാങ്കിൽ പോയി. ബാങ്കിൽ പോയാ? പപ്പയോട് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പുറത്ത് പണിയിലായിരുന്നു. ബോഡി ഗാർഡും കൂടെ പോയിട്ടുണ്ടല്ലോ. ഓ, ഇന്ന് തന്റെ സാഹിബിന്റെ ഡോളർ വരുന്ന ദിവസമല്ലേ ഇംഗ്ലണ്ടിൽ നിന്ന്. അതാണ് എന്റെ അടുത്ത് പറയാതെ പോയത്. പിന്നെ ഇന്നത്തെ ബഡ്ജറ്റ് ഐ ഹാവ് സം പ്ലാൻസ്. ഓക്കെ പപ്പ? ഓൾസോ. പിന്നല്ലാതെ എനിക്ക് കിട്ടുന്ന ഷെയർ ഞാൻ കാണേണ്ട കാര്യം എന്ത്? ശരി, അപ്പോ മമ്മി വരുമ്പോ പറയുന്ന വാലാട്ടി നടക്കും. ഗ്രാമ്പ ഞങ്ങൾക്ക് വേണ്ടി കഴിച്ചല്ലേ? നിങ്ങളെ ഗ്രാമ്പ നിങ്ങളെ മമ്മ അല്ലേ? എടാ, നിന്റെ പപ്പയ്ക്ക് ഡോളർ വേണ്ടാ, $1 വേണ്ട കേട്ടാ. അധ്വാനം ജീവിക്കും പപ്പ. അത് പപ്പയുടെ ഡിസിഷൻ. ഞങ്ങൾ ആരും തലയിടാൻ വരുന്നില്ല. എന്താണ് വാല്യൂ ഡോളറിന്റെ? അല്ലെങ്കിൽ പപ്പായ്ക്ക് എന്തിന് ഡോളറിന്റെ വാല്യൂ പറയണം? പപ്പായ്ക്ക് ഡോളർ വാല്യൂ ഇല്ല. കൺവെർട്ട് ചെയ്യുമ്പോ എന്താ 100 രൂപ ആവൂലേ? 100 രൂപ പപ്പയ്ക്ക് ഉണ്ട്. What Joe, man? ഡഗ്ലസ് എല്ലായിടത്തും അകത്ത് വയ്ക്കേ സാധനങ്ങൾ. പപ്പായ എന്തേ? അതുണ്ട്. അവനൊന്ന് ഹെൽപ്പ് ചെയ്തോ. ഞങ്ങള് പറഞ്ഞ ഞങ്ങൾ കൂടി സഹായിക്കില്ലേ? ആണോ? ഓ, എന്നാ പിന്നെ എടുത്തു. അവിടെ കുറച്ച് പണിയാണ്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, പറഞ്ഞു തരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വെച്ചല്ല ജോ. ജോജോ ഒറ്റയ്ക്ക് എടുത്താ മതി. ഞാൻ ഇല്ലേ ചോദിച്ചു വാങ്ങി. ബാങ്കിൽ എന്താ തിരക്ക്? സാഹിബിന്റെ മോളാണെന്ന് പറയാത്തത്? സാഹിബിന്റെ മോളാണെന്ന് പറയാത്തത് ഉടനെ തന്നെ കാശ് തന്നു വിട്ടല്ലേ? ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാഹിബിന്റെ മോളാണെന്ന് അവിടെ അറിയുന്നോണ്ടാണല്ലോ എനിക്ക് പെട്ടെന്ന് പോരാൻ പറ്റിയത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. മാസാമാസം ഡോളേഴ്സ് മാറ്റാൻ വേണ്ടി പോവല്ലേ, ഞാൻ അറിഞ്ഞില്ല. റെഡ്ഡി, ലോണിന്റെ കാര്യം എങ്ങാനും പറഞ്ഞിരുന്നോ ബാങ്കില്? എന്തോ ലോൺ വേണമെന്ന് ബാങ്കിൽ പറഞ്ഞിരുന്നോന്ന്? അയ്യോ, എനിക്ക് മാസാമാസം ഡോളേഴ്സ് അയച്ചാൽ ഇംഗ്ലണ്ടിൽ ആരുമില്ല. അത് എനിക്ക് ജീവിക്കണം, ഒരു ബിസിനസ് വേണം. അതിനുവേണ്ടി ഞാൻ ലോണിനെ അപേക്ഷിച്ചു. ആ മാനേജർ എടുത്ത് കാര്യം പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഈ ലോൺ എടുത്തിട്ട് എങ്ങനെ അടയ്ക്കണേ? ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്ത് അതിന്റെ ലാഭം കിട്ടി ലോൺ അടയ്ക്കും. എന്നിട്ട് ബിസിനസ് ചെയ്ത് അതിന്റെ ലാഭം എടുത്ത് ലോൺ അടയ്ക്കും. ഇനി ബിസിനസ് ചെയ്യാൻ അറിയാവൂ? എത്ര ബിസിനസ് ഞാൻ കൊണ്ടുവന്നു. ജോലി ഒന്നെങ്കിലും സമ്മതിച്ചാ? ആ തന്തക്കളവന്റെ അനുവാദം വേണം സാഹിബിന്റെ. എന്താണ് സമ്മതിക്കുള്ളൂ? എന്തായാലും ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടാൻ പോകില്ല. ജോലി പറഞ്ഞാണ് മാനേജർ അടുത്ത് ഫ്രണ്ടിക്ക് ലോൺ കൊടുക്കണ്ടെന്ന്. ഞാൻ എന്തിനാ മാനേജർ അടുത്ത് പറയണേ? ബാങ്കർ എന്താ പൊട്ടന്മാരാണോ? ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോ അവരെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ അന്വേഷിച്ചപ്പോ ട്രാക്ക് റെക്കോർഡ്സ് ഒന്നും ശരിയല്ല ഫ്രെഡിയുടെ. എനിക്ക് അയാളെ ലോണൊന്നും വേണ്ട. എനിക്ക് സ്വന്തം ബിസിനസ് അറിയാം. ഞാൻ എന്റെ വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം. എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ അറിയാം, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല. കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇങ്ങനത്തെ ചീപ്പ് വേർഡ്സ് ഒക്കെ എനിക്ക് താല്പര്യമില്ല. അയ്യോ, നമ്മള് പറയുമ്പോ ചീപ്പ് വേർഡ്സ്, മതാന്ന് പറയുമ്പോ ഗോൾഡൻ വേർഡ്സ്. അയ്യോ, ഞാൻ കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കട്ടെ. പപ്പായ വായി നോക്കിയിട്ടുണ്ട്. മതാമയ്ക്കും മോക്ക് എന്താണെന്ന് അത്ര രഹസ്യം പപ്പ അറിയാതെ? അത്ര രഹസ്യമൊന്നുമില്ല പപ്പ. മൂത്ത മോളെ ഷെയർ വെക്കാൻ വേണ്ടി വിളിച്ചേക്കുക. സാഹിബിന്റെ $10 കാണുമ്പോ ഇവിടെ ഉള്ളവർക്കെല്ലാം കണ്ണു മഞ്ഞളിക്കും. ആക്രാന്തം പിടിച്ച ബ്ലഡി ഗ്രെഡി പീപ്പിൾസ്. ഡോളർ ഡോളർ ഡോളർ. എന്റെ മമ്മിയെ കണ്ട? എന്റെ മമ്മിയെ കണ്ട?
മമ്മി പുറത്ത്. ഫോണും വിളിച്ചോണ്ട് ഇങ്ങോട്ട് കാണാൻ ഞാൻ അല്ല എന്റെ ഗ്രാൻഡ് പാ ഡോളർ അയച്ചല്ല എത്ര ഷെയർ കിട്ടി? അതൊക്കെ കിട്ടി. എന്റെ പപ്പയ്ക്ക് വേണോ? എനിക്ക് പിന്നെ ഗ്രാൻഡ് പാ ഡോളേഴ്സ് ഒന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ അറിയാലോ. ഗ്രാൻഡ് പാ ഡോളേഴ്സ് എന്നാ നിന്റെ ഗ്രാൻഡ് പാ ഡോളർ അയക്കുമ്പോൾ ഇന്ത്യ വന്നാൽ ഇന്ത്യ മണി എന്റെ മണിയാണ്. ഇവൻ തരണം, എനിക്ക് ഡോളറൊന്നും വേണ്ട. ഇവാ എന്റെ മമ്മിയുടെ പോണെന്ന് എനിക്ക് കാണണം. ഇവിടെ എവിടെ കാണും മോളെ ഫോണും കൊണ്ട് വന്നപ്പോൾ വിളിച്ചെന്ന് ഇവളെന്താണ് പറയണത് എനിക്ക് കേൾക്കണം. എന്തോ നാണം കണ്ട പരിപാടിയോ. അപ്പൊ ഒരാള് സംസാരിക്കണേ ഓവർ ഹിയർ ചെയ്യണം. ജാനി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈയിടെയായിട്ട് മണി സ്പെൻഡ് ചെയ്തതിനെ ഒരു കൺട്രോൾ ഇല്ലാണ്ടാ പോകുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ദേ അമ്മയുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത കാശ് മേടിച്ച് അവിടെ ചെലവാക്കാൻ നിൽക്കരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം. എപ്പോഴെങ്ങനെ പറഞ്ഞേ? ഒരാഴ്ചയൊന്നും പറ്റില്ല, 2 ദിവസത്തിനോടെ ഇവിടെ എത്തിയിരിക്കണം. ആ എന്താടാ പപ്പ എന്നെ വിളിച്ചേ. സീ ഫ്രെഡി, നിങ്ങളെ കയ്യിൽ നിന്നാണ് ആവശ്യമില്ലാത്ത വൃത്തികെട്ട സ്വഭാവം പഠിച്ചത്. നിങ്ങൾക്കറിയില്ലേ ഈ ഒളിച്ചിട്ടുള്ള ഓവർ ഹിയറിംഗ് എനിക്ക് ഇഷ്ടമല്ലാന്ന്? ഇവിടെ ആരും ഓവർ ഹിയറിംഗ് ചെയ്ത് അയ്യടാ കയ്യിൽ കുറച്ച് ഡോളർ ഇട്ടുമ്പോ അവർക്ക് എന്നെ കണ്ടാ പിടിക്കൂല. പപ്പ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ എടുത്തിരുന്നത്? കേടാടേ നിനക്ക് അവിടെ അയച്ച ഡോളറിന് ഒരു വീതം കിട്ടിയില്ലേ? അത് വെച്ചിട്ട് നീ മര്യാദയ്ക്ക് ഇരിക്കും കേട്ടാ. നിനക്ക് പിന്നെ വേറെ എന്തെങ്കിലും സാധനം വേണോടാ? എനിക്ക് പിന്നെ പറയണ വേണ്ടത് ഇവിടെ ഇങ്ങോട്ട് അയച്ചു തരും. ഫ്രെഡി ഒരു കാര്യം ഇപ്പോഴാ ആലോചിച്ചത്, ക്യാഷ് അയച്ചതിന്റെ കൊടുത്തിട്ട് ഒരു മെയിലും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ദിവസം ഫോണിൽ കൂടെ സഹായം പിടിച്ച് ഇംഗ്ലീഷ് സംസാരിക്കണ പോരാ, ഇനിയിപ്പോ മെയിലിൽ കൂടെ വരുത്തിയ. മെയിൽ എനിക്കല്ല, ഫ്രെഡിക്കുള്ളതാ മെയിൽ. എനിക്ക് മെയില? എന്തിനു മെയില്? എടുത്തു നോക്ക്. കോൺഫിഡൻഷ്യൽ. അയ്യോ കോൺഫിഡൻഷ്യൽ പപ്പായ്ക്ക് ഇഷ്ടമാണ്. Notes completed. There. To them. This way. ഞാൻ പട്ടിയാവുക മോളെയും മോളെയും മക്കളെയും സംരക്ഷിക്കാൻ തേങ്ങ മോളെയും പിള്ളേരെയും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട് സൂക്ഷിച്ചോളാം. ആര് മലയാളി? ആ കളവ് സാഹിബ് പറഞ്ഞിട്ടാ അയാളെ മോളെ ചെറുമക്കളെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. ഞാനിവിടെ വീട് സൂക്ഷിക്കാതിരിക്കാൻ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു മലയാളി. അയ്യോ പോടാ 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 പോടാ. ഞാൻ അയാളെ പട്ടിയാ. ഇവിടെ നീ ഇവിടെ പോടാ. കാര്യം ആഹാ ഞാൻ ഇവിടെ വീട് സൂക്ഷിക്കാൻ നിൽക്കാൻ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകണം. ഇംഗ്ലണ്ടിൽ കൊണ്ടുപോടാ. ഇംഗ്ലണ്ടിൽ പോടാ. ഇംഗ്ലണ്ടിൽ പോടാ. ക്യൂട്ടി ബേബി, മൈ സ്വീറ്റി ബേബി. എന്താ മമ്മക്ക് താങ്ക്സ് ഇല്ലേ? താങ്ക്സ് പറഞ്ഞല്ലോ മമ്മ അടുത്ത്. പറ താങ്ക്സ് പറ. താങ്ക് യു മമ്മ എന്ന് പറഞ്ഞേ. അയ്യോ തക്കട ബേബി. അയച്ചോ. എവിടെ എവിടെ സ്റ്റിക്ക് എവിടെ? എന്താ പറഞ്ഞ അങ്ങനെ പറഞ്ഞേ? ഓ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു.
ബാങ്കിൽ പോയിട്ട് വന്നേ. ആ ഇംഗ്ലണ്ടിൽ പോകുന്ന കാര്യം അതിപ്പം പേപ്പേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇല്ല എല്ലാരും പോകുന്നില്ല. അത് മമ്മയും ഞങ്ങൾ കുട്ടികളും പോകുന്നുണ്ട്. ഇല്ല പപ്പ വരുന്നില്ല. പിന്നെ വീടും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആരും വേണ്ടേ? കന്നടാ, നിന്റെ വീട് ഞാൻ കാവലിക്കാം. നിന്റെയൊക്കെ സ്വത്തുക്കെല്ലാം ഞാൻ കാവലിക്കാടാ. ഞാൻ കാവൽ പറ്റിയല്ലടാ. പപ്പ എന്തോ അങ്ങനൊക്കെ പറയണേ? നിന്റെ ഗ്രാൻഡ് ഉണ്ടല്ലോ, പരട്ടക്കളവ് സാഹിബ്, അയാൾ എനിക്ക് ഭീഷണി മേലേച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ അടങ്ങി ജീവിച്ചില്ലെങ്കിൽ നിങ്ങളെ മമ്മയും നിങ്ങളെ കൊണ്ട് അയാൾ ഇങ്ങോട്ട് പോകുന്നു. പപ്പ ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല. പിന്നെ ഒന്നും ഉദ്ദേശിക്കാതെ നീ ആളെ ന്യായീകരിക്കരുത്. അല്ലെ, ഇപ്പൊ പപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എന്താ തെറ്റ്? ഇവിടെ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? ഇടീ സ്വത്തുക്കൾ കൂടുതലുണ്ട്, നോക്കാൻ ആളില്ലെങ്കിൽ സർക്കാർ എഴുതി കൊടുറി. പറ്റുന്നില്ല, കുറെ പേര് എഴുതി കൊടുത്തല്ലേ. 1947 എഴുതി കൊടുത്തിട്ടല്ലേ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്തിനിങ്ങനെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാരെ പോലെ സംസാരിക്കും? എനിക്ക് കൾച്ചറില്ല. നിങ്ങൾ കൾച്ചർ ഇല്ലാത്ത ആളെ പോലെ തന്നെ അല്ലെങ്കിൽ സംസാരിക്കുള്ളൂ. കുറെ അലവരാതികളുടെ കൂടെ നടന്ന് എനിക്ക് അവരുടെ കൂടെ കാണുമ്പോണ്ടല്ലോ ലോക്കലായിട്ടാണ് തോന്നുന്നത്. വേറെ കൺട്രിയിലെ ആളെ പോലെ എനിക്ക് തോന്നുന്നു. പപ്പയ്ക്ക് ഭ്രാന്ത് പപ്പ പപ്പ അല്ലവനാ. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ പറഞ്ഞാൽ സഹിക്കും. എന്റെ രാജ്യത്തെ കളിയിക്കണ്ടല്ലോ, എന്റെ അമ്മമാനത്ര. അയ്യോ മമ്മ അങ്ങനെ ആരും അപമാനിച്ചൊന്നുമില്ല. ഒരു രാജ്യത്തെ അപമാനിച്ചിട്ടില്ല. നിന്റെ കൂറ് അങ്ങനെ രാഷ്ട്രീയം കണ്ട് ഇവിടെ കൂറങ്ങ് എല്ലാം കണക്കിലാണ്. അതെ, ഇനി ഇവിടെ അത് ശരിയാവൂല. ഞാൻ പോണം, ഇവിടെ പോണം. ഫ്രെഡി എപ്പോഴും പറയണ്ട് പോണൂന്ന്. എന്നാ ഫ്രെഡിക്കൊന്ന് പോയിക്കൂടെ? ഞാൻ എപ്പോഴും പറയാൻ പോലല്ല, ഞാൻ പോവും. എനിക്കിവിടെ അപമാനം സഹിച്ച് ജീവിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങി പോവും. പപ്പയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ പപ്പ ഒറ്റയ്ക്കാണ് വന്നത്. പപ്പ ഒറ്റയ്ക്ക് പോകാൻ എല്ലാം കണ്ടിട്ട് താങ്ക് യു പപ്പ പറ. താങ്ക് യു പപ്പ പറ. ടാറ്റ പറയൂ പപ്പ. നിങ്ങളെല്ലാം പോ, ഇതിനോട് നിർത്തിട്ട് പോ. ഇതിനോട് ടാറ്റ പറയൂ പപ്പയുടെ അടുത്ത് പോയിട്ട് വരുമെന്ന് പറ. കൊച്ചു കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചല്ലേ. ടാറ്റ ബൈ ബൈ. ഇനി അവിടെ ഇല്ല, ഇനി അവിടെ ഇല്ല. എന്താണ് പപ്പത്? ഇവിടെ ഇരുന്ന വീഴോ? ഇറക്കിയിരുത്തട്ടെ ഇവിടെ. ഇരുന്നോളൂ ഇവിടെ. കൺട്രിയാണെന്ന് പറയും, കൺട്രി. എന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ യാതൊരു രാജ്യക്കാരനെ പോലെ തോന്നണമെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇവിടെയൊക്കെ അടിമകളായിട്ട് ഇവിടെ കിടന്ന് ഒരുപാട് നാൾ ജീവിക്കുന്ന ഇവിടെയൊക്കെ വിചാരം കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്തോന്ന് പപ്പ എന്തോന്ന് കാണിക്കണത്? പപ്പ മമ്മ എന്തെങ്കിലും പറഞ്ഞു വെറുതെ അവിവേകം ഒന്നും കാണിക്കല്ലേട്ടാ. അവിവേകം? എടാ ഞാൻ തൂങ്ങിച്ചാവാനൊന്നും പോണില്ലല്ലേടാ, ഒരു ബാഗ് എടുത്തല്ലേടാ ഉള്ളൂ. നീ എന്താണ് ഇത് കടുപ്പപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കണേ? അവിവേകം എന്നൊക്കെ. അല്ല പപ്പ ഈ ബാഗ് എടുത്തോണ്ട് അങ്ങോട്ട് പോണ്. അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തീർക്കാം പപ്പ. പപ്പ എന്തിനേ കിടന്ന് ജോ 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 ഇനി പറഞ്ഞു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രവൃത്തിയിലൂടെ കണ്ടാൽ മതി. ഇനി പറയണ്ട, പപ്പ പ്രവർത്തിക്കേ ഉള്ളൂ. അപ്പൊ ഈ ബാഗ് എടുത്തിട്ട് കുറെ നാളാന്ന് തോന്നല്ലേ അവിടെ പൊടിയൊക്കെ പിടിച്ചിരിക്കും. പൊടി തട്ടി വെക്കാത്തുണ്ട്. പപ്പയുടെ ബാഗാണല്ല, പൊടി തട്ടി വെക്കാത്തുണ്ട്. പപ്പ എടുക്കാറില്ലല്ലേ? ഇതെങ്ങനെയാ എന്റെ ബാഗിൽ ബുക്ക് വന്നത്? എടാ എന്റെ ബാഗിൽ നിങ്ങളുടെ ബുക്ക് വന്നത്? ഇതിനകത്ത് സാധനം എന്റെ തുണിയിലെവിടെയാടാ? ഇതൊക്കെ എന്റെ ബുക്കാണ്. ഇത് ഞാൻ കുറെ നാൾ തപ്പി കിടന്നു. ഇതൊക്കെ ഇവിടെ ഇരിക്കായിരുന്നല്ലേ? മിക്കവാറും മമ്മ എടുത്ത് വെച്ചായിരിക്കും ഇതൊക്കെ. ആ മമ്മ സൂക്ഷിച്ചു വെച്ചായിരിക്കും. ഈ പഴയ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് എന്റെ ബാഗിൽ നോക്കിയ സ്വഭാവം ഉണ്ടല്ലോ, എന്റെ തലയിൽ കിട്ടിയ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് പണ്ടേ ഉണ്ട്. വാട്ട് ഡിഡ് യു മീൻ? മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേ? എനിക്ക് ഇനി പഴയ സാധനങ്ങൾ നോക്കി ഈ വീട്ടിൽ ജീവിക്കാൻ വയ്യ, അത്ര തന്നെ. ഞാൻ ബുക്കാവണേ എടുത്തെറിയില്ല, അല്ലെങ്കിൽ അടുത്തെറിയാം. ജോജോ സഹായിക്കും. കൈ അഴക്കുന്നു. എനിക്കറിഞ്ഞൂടെ എന്റെ കാണാതെ മൊത്തം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എന്റെ മാത്രമാണോ? ഓ മതാമേര ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടല്ലോ, മതാമേര പേപ്പർ ഉണ്ടല്ലോ. അയ്യോ ഇത് മലയാളം പേപ്പർ. പപ്പയുടെ ആയിരിക്കും. അപ്പൊ എന്റെ മലയാളം പേപ്പർ അവളെ ഇംഗ്ലീഷ് കൊണ്ടുപോകും. ഇവിടെ നിന്നാ ശരിയാവൂല. പപ്പായി എന്ത് മമ്മ അങ്ങനെ പറഞ്ഞത് പപ്പായിക്ക് അത്ര വിഷമമായോ? വിഷമാവാതെ ഞാനേ പപ്പായി ആശ്വസിപ്പിക്കാണ്ട് വന്നിക്കണ്ട.
ആശ്വസിപ്പിക്കുന്നുണ്ടോ? എന്താ പപ്പായി ഒരു ഫാമിലി ആവുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഫാമിലി. നമ്മുടെ ഫാമിലിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. എക്സിസ്റ്റൻസിനെ പറ്റി നിന്റെ മമ്മിക്ക് പറഞ്ഞു കൊടുപ്പോ? പറഞ്ഞു കൊടുത്തു. ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ കേള്, മോളൊരു കാര്യം ചെയ്യും. പപ്പാക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോണം, ഒരു ക്യാബ് ബുക്ക് ചെയ്യും. അല്ല പപ്പ ഇവിടെ അതൊന്നും അറിയണ്ട, പോയി ബുക്ക് ചെയ്യും. എക്സിസ്റ്റൻസ് ഓ അതിരുന്നാ മതി, അത്രേ ഉള്ളൂ. ആയിക്കൊള്ളാതെ പറ. ഇതിട്ടുണ്ട് പോയാൽ ശരിയാവില്ല. മമ്മ ഓ ബർഗർ എടുക്കട്ടെ? ഓ ബർഗറൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരെണ്ണം കിട്ടും. ഒരു പ്ലേറ്റിങ് എടുക്കും. അവിടെ എല്ലാം കളഞ്ഞു. മമ്മ ഓ പപ്പ സീരിയസ് ആണ് കേട്ടാ. എന്ത് സീരിയസ് ആടാ? പപ്പ ഗേറ്റ് വരെ പോയിട്ടുണ്ട്, തിരിച്ചു വരും. ഇതല്ലേ ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പപ്പയുടെ ഈ പ്രാവശ്യത്തെ പാക്കിംഗ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വരുന്നു. പോടാണ്. അതല്ല അമ്മ, പപ്പേ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല, ഞാൻ മമ്മയുടെ ആലോചിച്ചിട്ട് ബുക്ക് ചെയ്യാന്ന് വെച്ചു. ബുക്ക് ചെയ്യണ്ട, നോക്കാം എവിടെ വരെ പോകുന്നു. ഉമ്മ പപ്പയുടെ ഒരു പോക്ക് കണ്ടിട്ടേ ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 2 ട്രെയിൻ ഉണ്ട്. ഒന്ന് ബാംഗ്ലൂർക്കും ഒന്ന് മുംബൈക്കും. അപ്പം അതിലേതെങ്കിലും കയറി പോകാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ പപ്പ മുംബൈക്ക് പോകാൻ തന്നെ ചാൻസ്. വൈ? പപ്പ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മുംബൈ പോയി വലിയ ഡോൺ ആവണം. പിന്നെ മുംബൈ പോയി കാല് കുത്തിയ ഉടനെ അങ്ങ് ഡോൺ ആക്കാൻ പോയത്. ഉള്ള പടത്തിൽ മൊത്തം മുംബൈ പോയി അപ്പൊ കാല് കുത്തിയ തന്നെ അപ്പൊ തന്നെ ഡോൺ. പണം 2 മണിക്കൂർ പോലല്ലോ നമ്മുടെ ജീവിതം. തമാശ പറയണ? ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് നിങ്ങളെ തമാശ. പപ്പ എവിടെ പോവാണെന്ന് പോയി ചോദിച്ചിട്ട് വാ. മമ്മയ്ക്ക് പോയി ചോദിച്ചോട്ടെ, ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് മമ്മ? ഞാൻ ചോദിച്ചാ പറയില്ലാന്നേ, നിങ്ങൾ ചോദിക്കും. അപ്പൊ പറയും മമ്മ വേഗം ക്യാബ് ബുക്ക് ചെയ്യണോ വേണ്ടിയെന്ന് പറയണം. അവസാനം പപ്പ പറയുന്ന ഫുള്ള് ചീത്ത ഞാൻ തന്നെ കേൾക്കേണ്ടി വരും കേട്ടോ. ക്യാബ് ബുക്ക് ചെയ്യാണ്ട് ചെന്ന് പറ ബുക്ക് ചെയ്തു. അല്ല വേണ്ട, ഞാൻ പറയാം. എന്റെ കൂടെ നിക്കാൻ പറ്റുമോ? ബാ മമ്മ. ഈ കൊച്ചിനെ കൊണ്ട് എടുത്തു. ഫ്രെഡി, 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 ഫ്രെഡി. ആരും മക്കളെ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കണേ? ഫ്രെഡി ഇവിടെ വരൂ. മക്കളെ ആ സ്ത്രീയോട് ഉണ്ടായിരിക്കാൻ പറ. ഫ്രെഡി ഇവിടെ വരൂ. ജന, പപ്പ പറഞ്ഞ ക്യാബ് ബുക്ക് ചെയ്തോ? ബുക്ക് ചെയ്തു പപ്പ. ഓക്കെ. അപ്പൊ ശരി, തള്ള മക്കളെ കൂടി ഇവിടെ താമസിക്കേ, ഇംഗ്ലണ്ടിൽ താമസിക്കേ, എന്ത് വേണം ചെയ്ത് ഞാൻ പോകും. എവിടെ പോണു? അയ്യോ സായിപ്പിന് നമ്മളതൊന്നും അറിയണ്ട. നിനക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വലിയ താല്പര്യം. ഞാൻ കൺട്രി അല്ലേ, കൺട്രി. പപ്പ അത് മമ്മ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. എടാ എന്റെ രാജ്യത്തിന് അപമാനിക്കുന്ന ആളെ അപമാനം. മമ്മ അങ്ങനെ മീൻ ചെയ്തില്ല പപ്പ, ക്ഷമിക്കോ പപ്പ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ 5 മക്കൾക്ക് വേണ്ടിയാണ് പപ്പ ഇതുവരെ ജീവിച്ചത്, അറിയോ? അല്ല പപ്പ, ഞാൻ നേരത്തെ പപ്പ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ടാണോ പപ്പയ്ക്ക് ഞാനാണെ കൊണ്ടുപോയി? ഇംഗ്ലണ്ടിൽ പോകാനുള്ള മോഹം പപ്പയ്ക്ക് ഇല്ലടേ. പപ്പയ്ക്ക് എന്റെ ആവശ്യമില്ല. പപ്പയ്ക്ക് വേണമെങ്കിൽ പപ്പ ഒറ്റയ്ക്ക് പോയിട്ട് വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് പപ്പയുടെ നാടാണ് പപ്പയ്ക്ക് വരുന്നത്. പപ്പയുടെ നാട്. പിന്നെ എന്തിനാണ് ഫ്രെഡി പ്രശ്നം ഉണ്ടാക്കുന്നത്? ജൂലി, നീ പഴയ കാര്യങ്ങളൊന്നും മറക്കരുത്. നിനക്ക് വേണ്ടിയാണ് എന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും എന്റെ കുടുംബത്തിനെ ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. ഫ്രെഡി, ഇവിടെ ആരാ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പൊ മറന്നത്? ഫ്രെഡിയല്ലേ പഴയ കാര്യങ്ങളെല്ലാം മറന്നത്? ഇവിടെ ആരും നിങ്ങൾ ആരെങ്കിലും മറന്നോ പഴയ കാര്യങ്ങള്? നമ്മൾ ആരും മറന്നിട്ടില്ല. ഫ്രെഡിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഫ്രെഡിക്ക് ഇവിടെ എന്ത് കുറവാണ്? ഫ്രെഡി തന്നെ പറ. ഫ്രെഡിക്ക് ഇവിടെ എന്ത് കുറവാണ്? പറയൂ, പറ ഫ്രെഡി. ഫ്രെഡി 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 ആര് ഫ്രെഡി? ആരാണ് ഫ്രെഡി? ഞാനാ ഫ്രെഡി? ഞാൻ ഫ്രെഡി അല്ല, ഞാൻ ഉണ്ണിയപ്പനാണ്. ഉണ്ണിയപ്പൻ, ഉണ്ണിയപ്പൻ. ആ പേരെനി പറഞ്ഞു വിളിക്കരുത്. ഫ്രെഡി എന്നുള്ള പേരെന്നെ വിളിച്ചു പോകരുത്. ഉണ്ണിയപ്പൻ. ആരാടാ? ആരാടാ? ആരെ? ഉണ്ണിയപ്പൻ. എനിക്ക് ഉദ്യോഗം മതി. സ്വാമി, ഞാൻ പോണം. ഉണ്ണിയപ്പൻ.